അതെ, എനിക്കൊരു ചായ മാത്രം മതി. നിങ്ങൾക്കാ? മുമ്പത്തെ കടം തീർക്കുന്നത് വരെ ചായ മാത്രം കൊടുത്താൽ മതി എന്ന് മോലാളി പറഞ്ഞു. ഇവർക്കും ചായ മാത്രം മതി അല്ലേ? ആയിക്കോട്ടെ. നീ വീട്ടിൽ നിന്ന് വെള്ളയപ്പം തന്നിട്ടല്ല ഇറങ്ങിനി? ഓള് വിശക്കുന്നുണ്ടോ കഴിച്ചോട്ടില്ലേന്ന്. വെള്ളയപ്പല്ലേ ചോദിച്ചിട്ട് താജ്മഹൽ ഒന്നല്ലല്ലോ. എന്റെ കെട്ടുകാലി പണയം വെച്ചിട്ടാലും ഒക്കെ ഞാൻ മേടിച്ചോളൂ. നീ പോയിട്ട് കൈ വിറ്റാ മോളെ. ഓർമ്മയുണ്ട? ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. ഞാനും പറഞ്ഞ പൊറോട്ട. ഏതായാലും മാല പണയം വെക്കുമല്ലേ. സുരേഷ, നായരേട്ടാ, ഏടിയാന്ന് പുറത്തൊന്നും കാണാറില്ലല്ലോ. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്നു? അല്ല സുരേഷ, ഞാൻ വെറുതെ. അല്ല, അത് സാരമില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. നേരിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടാ. അവസരം കിട്ടിയിട്ടാ. വരൂലേ? നാളെ 5 മണിക്ക് கண்டிப்பா வெயிட் பண்ணுவேன். வந்துதான் ஆகும். வரல. ഈ നാട്ടിൽ പ്രേമിക്കണമെങ്കിൽ വലിയ പാടാന്നല്ലോ വക്സ. சுமலாதாவை கரெக்ட் பண்ணோம்னா நாகரை கனெக்ட் பண்ணோம். നാരയാ? അതെങ്ങനെ? നാടകം. അയ്യോ, നാടകം പറ്റില്ല വക്സ്. നാടകം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരൻ്റെ മട്ടക്കണെടുത്ത് അടിക്കും. അമ്മമ്മ ചവിട്ടും. അതാ. உனக்கு சுமலதா முக்கியமா உன் ஃபேமிலி முக்கியமா? സുമലത. പക്ഷെ அம்மம்மா டேய், உன் ஃபேமிலிக்கு தான்டா நாடகம்னா பிரச்சனை. ஆனால் அது அவங்களுக்கு சொல்லி தப்பு இல்லை. உங்கள் அப்பா அந்த மாதிரி பண்ணி போய் தானே நாய் மாதிரி செத்து போனாரு. பட் நாகருக்கு நாடகம்னா பிராந்து. நாடகத்துக்காக என்ன வேணா செய்யும். நீ என்ன சொன்னாலும் செய்யும். അതിനെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. சித்து உன்னை யாரா நடிக்க சொன்னா? ஒன்லி பாய்ஸ் ஆக்ட், லெஜெண்ட்ஸ் டிரெக்ட். അതെനിക്കറിയാം. എന്നാലും பாத்தியா, உங்களுக்காக என்ன கொண்டு வந்திருக்கேன்னு பாரு. ഉത്തരമേഖല നാടക മത്സരം. 1ാം സമ്മാനം 1 ലക്ഷം രൂപ. അതിന് ഞാൻ നാടകം എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരാനാന്ന്? கரெக்டு தான். மூளை இருக்கவங்க யாரும் வரமாட்டாங்க. ஆனால் நாகரு, கேசி, பாலமம்மா இந்த மாதிரி ஓல்டு பீஸ்லாம் வரும். உங்கள் வீட்டில் ஒரு 4 பேர் இருக்காங்களா, அவங்களையும் சேர்த்துக்கலாம். അതിന് ചെലവില്ലേ? அதான் சொத்து இருக்குல்ல. உங்கள் அப்பா ஆல்ரெடி பாதி சொத்தை காலி பண்ணிட்டாரு. மீதி காசை நீ அழிச்சிரு. மச்சான், ஒரு எக்ஸைட்மெண்ட் இல்லாமல் லைஃப் போயிட்டு இருக்கு மச்சான். ஏதாச்சும் பண்ணி கான்ட்ரவர்சி கிரியேட் பண்ணுறா ப்ளீஸ். இந்த உலகத்தில் என்னோட எக்ஸிஸ்டன்ஸ் எதுக்குன்னு தோணுது மச்சான். ஆனால் இப்போ புரியுது. உனக்காக தான் மச்சான். உன் காதலுக்காக தான். பாத்தியா? മാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല. സുരേഷ, സുരേഷ, ദുഃഖഭാരം ദുശഗുണമാണു ഞാൻ നാലും എന്തിനായിരിക്കും മോൻ എന്നോട് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞത്? ഒരു ഫുള്ള് വാങ്ങിത്തരാനായിരിക്കും.
എന്ത് പറഞ്ഞാലും എന്റെ മെക്കെട്ട് കയറിക്കോ. ഒരു ചെറുപ്പക്കാരൻ നിന്നോടാണ് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞെങ്കിൽ നിനക്ക് ടെൻഷൻ ആവൂലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെയാണോ നിങ്ങൾ എന്നോട് റിയാക്ട് ചെയ്യുന്നു? പിന്നെ നമ്മ രണ്ടാളും ഓരോ ഫുള്ള് അടിച്ചിട്ട് അയാളെ കൊല വിളിക്കാൻ പോയോ വേണ്ടേ? അച്ഛാ, ഫാമിലി ഇറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്, അല്ലാണ്ട് അച്ഛൻ്റെ ഒപ്പം ഇരുന്നേക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. നമുക്കൊരു എണീറ്റ് പോയി. സുധാരേട്ടാ, സുധാരേട്ടാ, ആ ചെക്കനാ നിങ്ങളെ കാണാൻ വന്നിട്ടേ. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. എമ്മാപ്പാ, ഓക്കെ അല്ലേ? ഇരിക്കേ സുരേഷ, ഇരിക്കേ ഇരിക്കേ. ഇന്നലെ ഞാനവിടെ വന്നേന് വണ്ടിത്തോട്ടത്തില് കുറച്ച് വൈകിപ്പോയി. ബട്ട് ഈ നേരത്ത് വന്ന് പറയാൻ മാത്രം അത്ര അർജന്റ് മാറ്റർ എന്താണ് സുരേഷ? ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഞാനും കാത്തിരുന്ന്, പിന്നെ പേടി വന്ന്. ഞാനും കാത്തിരുന്നു എന്ന് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പറ്റിച്ചോന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഇല്ല, എനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ എന്താണ് കാണുന്നെന്ന് പറഞ്ഞ? എന്നാണ് സുരേഷ നിങ്ങൾ തമ്മില് രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ടും വല്ല പ്ലാനും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഈ സുധാരേട്ട കുടിച്ച് ചാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിക്കോ. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കൂല. നീ പറ മോനെ. അല്ല അമ്മേ. അമ്മയാ? ആരമ്മ? നീ ഏച്ചിന്ന് വിളിച്ചാൽ മതി സുരേഷ, അതായിരിക്കും ഇഷ്ടം. അല്ല ചേച്ചി, ഞാൻ ഒരു പുതിയ നാടകം കളിക്കുന്നുണ്ട്. അതിൽ മെയിൻ റോളിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നാഗരേട്ടനെ ക്ഷണിക്കാനാ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അച്ഛൻ നാടകം കളിച്ച് കുടുംബം മുടിയുമ്പോൾ നാഗരേട്ടനെ ഒന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ കുടുംബം മുടിഞ്ഞ പിന്നെ ഈ കുടുംബം കൂടെ മുടിച്ചിട്ടാണ് ഇയാള് നാടകം നിർത്തിയത്. അച്ഛൻ പോയ പിന്നെ എത്ര സ്റ്റേജിലാണ് നാഗരേട്ടൻ ഗന്ധർവം പകർന്നാടിയത്. കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇങ്ങോട്ട്. എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ രണ്ടാളും. അതിനെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി കണ്ടിട്ട് നടു ഞാൻ ഒടിക്കും. നാടകം കളിക്കാൻ നിനക്കടറ നാടകം അറിയല്? അതെന്ത് ചോദ്യാണമ്മേ? ഷാജഹാൻ മാർബിൾ പണിക്കാരനായിട്ടാണ് താജ്മഹൽ കെട്ടീനി. അറിയാനെന്തില്ലേ? അതങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് 1000 കല്ലുമായി അങ്ങനെ അങ്ങനെ അങ്ങനെ. മോളാന്ന് സുമലത കേട്ടിട്ടുണ്ട്. അച്ഛാ, ബ്രേക്ക് എ ലെഗ്.